ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഡെയിലി വ്ളോഗ് ഞാൻ രാവിലെ മുതൽ ഷൂട്ട് ചെയ്തില്ല. ഓക്കെ പറയാട്ടോ, 1 മിനിറ്റ്. അപ്പോൾ രാവിലെ മുതൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 1 മിനിറ്റ് ഉമ്മി പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നാ പറയും. രാവിലെ മുതൽ നമ്മൾ ഇവിടെ നോക്കി വേണമല്ലോ പറയാൻ. ഓക്കെ, രാവിലെ മുതൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ടൈം ഒരു 4:30 അപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിരുന്നു, ഇവിടെ ഒരു ഷാർജ സെൻട്രൽ മാളിൽ പെറ്റിംഗ് സൂ എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. അങ്ങോട്ട് ചെന്നിട്ട് ബാക്കിയുള്ള വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു ഡെയിലി വ്ളോഗ് പോലെ ആയിരിക്കും അപ്ലോഡ് ചെയ്യാനുണ്ടാവുന്നത്. പിന്നെ എന്താ പറയുക, ആ പെറ്റിംഗ് സൂവിൻ്റെ കാര്യങ്ങളും കൂടി ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്യാനുണ്ടാവും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ പോകണം, മുന്നമോളുടെ മുടി വെട്ടാനും പോകണം. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് പ്ലാൻ ചെയ്തേക്കണത്. അപ്പോൾ നമുക്ക് ഡോറയുടെ പോലെ പാമ്പിനെ കാണാൻ പോയിട്ട് മുടി വെട്ടാൻ പോയാലോ? ഡോറയുടെ പോലെ മറ്റേ വണ്ടിയിലൊക്കെ ഇരുന്നിട്ട് മുടി വെട്ടാൻ ഏതായാലും സമ്മതിക്കുമെന്നൊന്നുമില്ല. അപ്പോൾ നമുക്ക് പെറ്റിംഗ് സൂവിലേക്ക് പോവാം. ഓക്കെ, ചീത്ത പറയും. ബാപ്പിയേ ചീത്ത പറയും വൈകിയാൽ. എന്നാ ഇവിടെ നിന്നോട്ടോ. കേറും. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഗൂഗിൾ മാപ്പിൽ ശരിക്കും നമ്മുടെ ഫ്ലാറ്റിൻ്റെ അവിടെ നിന്ന് ഒരു 15 മിനിറ്റൊക്കെ കാണിക്കണുള്ളൂ അല്ലേ? അത്ര കാണിക്കണുള്ളൂ കേട്ടോ. അത്രയൊക്കെ തന്നെ ഉള്ളൂ തോന്നുന്നത്. ഈ ഷാർജ സെൻട്രൽ മാള് ശരിക്കും പറഞ്ഞാൽ എന്താ പുതിയ ഓപ്പൺ ആക്കിയ മാളാന്നൊക്കെ പറയുന്നുണ്ട്. ഇതാണ് അതില് പോകുന്ന എത്ര വഴിക്ക് പോകുന്ന എത്ര ദൂരം പിടിച്ചു പോകും നമ്മള് ഗൂഗിള് പറയണ പോലെയല്ലേ. ലുലുവിന്റെ മാളാണത്. ഇത് കുറച്ചായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. കുറച്ചേ ഉള്ളൂ. എത്തിയടാ, എത്തി. നമുക്ക് എൻട്രൻസിന്റെ അവിടെ പാർക്ക് ചെയ്യായിരുന്നു അല്ലേ? അവിടെ ഉണ്ട് എൻട്രൻസ്. അങ്ങോട്ട് പോയി വെക്കാം. ഇരുട്ടാണല്ലോ. ഇത് എൻട്രൻസ് ആണോ ഇവിടെ? അതിന് എൻട്രൻസ്. പാമ്പിനെ കാണാൻ പോവാണ്. ഇല്ല അല്ലേ? എനിക്ക് പേടിയില്ല. പിന്നെ മോള് എടുക്കുവോ? അവിടെ ഒരാൾക്കാർ പോകാനൊരുങ്ങുന്നുണ്ട്. അവിടെ ഇടാലോ അല്ലേ? ഓയ് അപ്പോൾ നമ്മൾ പാർക്ക് ചെയ്തിട്ട് മുകളിലേക്ക് കയറി വരുമ്പോൾ തന്നെ അവിടെ ഈ പെറ്റിംഗ് സൂവിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ടാവും കേട്ടോ. നമുക്ക് കറക്റ്റ് പോകാനുള്ള ഒരു കാര്യമൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ചെന്ന ടൈമിലെന്ന് വെച്ചാൽ അത്ര തിരക്കുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരു 5 മണിയൊക്കെ ആയപ്പോഴാണ് അവിടെ എത്തിയത്. 4 മണിക്കാണിത് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ കുറച്ച് നേരം ക്യൂവിൽ നിന്നെങ്കിലും വേഗം കയറാൻ പറ്റി. കാരണം കുറച്ച് അധികം ആൾക്കാർ ഒരുമിച്ചാണ് കയറ്റുന്നത്. അപ്പോൾ നമുക്ക് വേഗം കാണാൻ പറ്റി. മുന്നമോള് ക്യൂവിൽ നിൽക്കാൻ അവൾക്ക് പറ്റാത്തതുകൊണ്ട് അവിടെ അടുത്ത് ചെന്നൊക്കെ നോക്കി കാണുവാണെല്ലാം. അവളപ്പോൾ ആടിന്
ഇല കൊടുക്കാൻ വേണ്ടിയൊക്കെ റെഡിയായി നിൽക്കുക കേട്ടോ. വേറെ കുട്ടികളൊക്കെ ഇതേപോലെ ക്യൂവിൽ നിൽക്കാൻ പറ്റാണ്ട് അങ്ങനെ പുറത്തു കൂടി ചാടി തുള്ളി നടക്കുവാണ്. ഏതായാലും ഞങ്ങൾ കുറച്ച് ടൈം നിന്നപ്പോഴേക്കും അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഈ ഡക്കിനെ കേട്ടോ കാണുന്നത്. ഒരു 3-4 ഡക്കുണ്ട്. അതിന് ശേഷം ഒരു കിളി, ലവ് ബേർഡ്സ് ഉണ്ട് അപ്പുറത്ത്. പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവണ പോലത്തെ ഒരു കിളി. പിന്നെ ഇത് ഓന്താണ് ഉടുമ്പാണ്, അങ്ങനെ എന്തോ ഒരു ഇതാണ്. അതിൻ്റെ തൊട്ടപ്പുറത്താണ് പാമ്പ്. പാമ്പിനെ കണ്ടപ്പോൾ ചെറുതായിട്ടൊന്ന് ഞങ്ങൾക്ക് പേടിയായി. ഇക്കാണെങ്കിൽ ഒരു പേടി ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് നല്ല പേടിയായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് പോയപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഞാൻ എന്തായാലും പാമ്പിനെ വെച്ച് ഫോട്ടോ എടുക്കും എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഇങ്ങനെ ഇരുന്ന അവസ്ഥ. കണ്ടോ നോക്ക്, വാപ്പിന്റെ മേത്ത് നോക്ക്. ചെല്ലടാ. അല്ലാ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞാൻ ശരിക്കും പാമ്പിനെ കൈ പിടിച്ച് ഫോട്ടോ എടുക്കണമെന്നൊക്കെ കരുതി. പക്ഷെ എനിക്ക് എന്തോ ഞാൻ കണ്ണടച്ചിരുന്നു. അതിന് മേത്ത് വെച്ചെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ജീവൻ പകുതി പോയി. അയ്യോ, ഏതായാലും അടിപൊളിയായിരുന്നു. അപ്പോൾ ആക്ച്വലി ലൊക്കേഷൻ എന്ന് പറയണത് ഷാർജ സെൻട്രൽ മാളിൽ പെറ്റിംഗ് സൂ. അങ്ങനെ നമുക്ക് ഗൂഗിളിൽ അടിച്ചാൽ തന്നെ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും കേട്ടോ. അപ്പോൾ ജൂൺ 28, 29, 30 ദിവസങ്ങളിലാണ് അവിടെ ഫ്രീ എൻട്രി ഉള്ളത്. ഇതിന് മുമ്പ് ഫ്രീ എൻട്രി ഉണ്ടായിരുന്നത് നമ്മുടെ ഈദ് ഹോളിഡേയ്സിലായിരുന്നു. ഇനി ഇതിന് ശേഷം എപ്പോഴാണ് ഉണ്ടാവുകയെന്നറിയില്ല. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ ഷാർജയിലോ ദുബായിലോ അങ്ങനെ അടുത്ത് എവിടെയെങ്കിലും ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണാം. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പെറ്റിംഗ് സൂവിൽ പോയി. അതിന് ശേഷം മുടി വെട്ടാൻ പോകണമെന്ന് കരുതിയിരുന്നു, പക്ഷേ പോയില്ല. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് പോവുക കേട്ടോ. കടയിലേക്ക് പോവുകയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ടാറ്റാ, ബൈ.